ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇടാമെന്ന് കരുതി. ഇന്നിപ്പോൾ ലീവാണ്. അപ്പോൾ ലീവായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങി. അവിടുത്തെ ഏരിയകളൊന്നും അറിയില്ല. ഒന്ന് ബസ് കയറി എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരാമെന്ന് കരുതി. രാവിലെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ രാവിലെ നീക്കാൻ വൈകിപ്പോയി. ഏതായാലും അടുത്ത ബസ് സ്റ്റോപ്പ് പോയിട്ട് ഏത് ബസ് കിട്ടും നോക്കാം. ഈ പുറകിൽ കാണണം കേട്ടോ ബസ് സ്റ്റാൻഡ്. അപ്പോൾ 999X എന്ന് പറഞ്ഞൊരു ബസ് വരാണ്ട്, അതാണ് നമ്മളെ ബസ്. ആ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് 2 നില ബസ് കയറിയതാട്ടോ. വലിയ ആളൊന്നുമില്ല, അധികം ആളും അടിയിലുള്ളത്. എൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ മുന്നിൽ പോകുന്നില്ല, ഇതുപോലുള്ളൊരു ബസ് തന്നെ കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, ഏറ്റവും ടോപ്പിൽ ഫ്രണ്ടിൽ. നല്ല രസം കിട്ടിയിരുന്നു കാണാൻ. അവിടെ എത്തിയിട്ട് ഇതാണ് സാൽമിയ. അവിടെ ഒരു പാർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ബസ്സിൽ നിന്ന് ഒരു അണ്ണനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് എന്നാണ്. ഇതാണ് തോന്നുന്ന പാർക്കിൻ്റെ അവിടെ. നല്ലൊരു മനുഷ്യനാട്ടോ മൂപ്പര്. എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ്, അതായത് ഞാൻ തിരിച്ചു പോകണം. ഞാൻ ഫസ്റ്റാണ്, കാരണം ഞാൻ കുവൈത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പുറത്തേക്ക് വരുന്നത്. ഞാൻ പാർക്കിക്ക് പോവാണ്. പാർക്കിലെ അവസ്ഥ എന്താണെന്നുള്ള നോക്കുക. ഇവിടെ നല്ല അടിപൊളി കേട്ടോ. ഞാൻ നിൽക്കുന്ന അവിടുത്തെ മാതിരിയൊന്നുമല്ല, നല്ല അടിപൊളി ഏരിയയാണ്. അവിടെ പുറകിൽ കാണുന്നില്ലേ കുറേ വലിയ വലിയ ബിൽഡിങ്ങും, നല്ല അടിപൊളി ഏരിയയാണ്. പിന്നെ ഏതായാലും പാർക്ക് നോക്കട്ടെ. എൻട്രൻസ് മുമ്പ് ഇവിടെ എന്നാ പറഞ്ഞത്, ചോദിച്ച് നോക്കിയിട്ട്. ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ബോർഡ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവിടുത്തെ റോഡുകളെ കൂടുതൽ ഭംഗിയാക്കണത് ഇടവിട്ടിട്ടുള്ള ഇങ്ങനത്തെ പരസ്യ ബോർഡുകൾ. അതായത് ഈ ഒരു ലൈറ്റൊക്കെ വെച്ച് നല്ല വലിയ ബോർഡുകൾ എല്ലായിടത്തും കാണാം. ഇതാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഈ റോഡുകളൊക്കെ കുറച്ചുകൂടി ഭംഗിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും കുറച്ച് ഇടവിട്ട് ഇങ്ങനത്തെ നല്ല അടിപൊളി പരസ്യ ബോർഡുകൾ കാണാൻ കഴിയും. ഇതന്നെയാണ് പാർക്ക് എന്ന് തോന്നുന്നു. മനുഷ്യന്മാരാരും കാണാനൊന്നുമില്ല, ഒക്കെ കാലിയാണ്. കുറേ കസേര കാലിയാക്കി ഇട്ടിട്ടുണ്ട് മുന്നിൽ, കണ്ടില്ലേ.
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇതെന്തോ ഒരു ഗുഹമാരി, ഒരു നമ്മളെ തുരങ്കന്മാരെയൊക്കെ കാണുന്നുണ്ട്. ഉള്ളിലോട്ട് പോയാൽ എന്താകുമെന്നൊന്നും അറിയില്ല. പോയി നോക്കാം. നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. അടിപൊളി സെറ്റപ്പ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി വൈബ് സ്ഥലം. നല്ല രസമില്ല കാണാൻ സംഭവം. കണ്ടോ എത്ര ഉണ്ടെന്ന് അറിയില്ല. കുറച്ച് അങ്ങോട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. അത് തീരാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയാണ് ഇതിൻ്റെ അവസാനം വരുന്നത്. അവസാനം പുറത്തെത്താനായിട്ടുണ്ട്. ഇതിലങ്ങനെ കുറേ നടക്കാണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആൾ, എനിക്ക് തോന്നുന്നത് ഒരുപാട് ഏരിയ ഉണ്ട് തോന്നുന്നത്. അവിടെ അങ്ങൊക്കെ ആളെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ആളുകളുണ്ട്. ഒരുപാട് ഏരിയ. ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത് ഈ ഒരു പക്ഷികൾ പറക്കുന്ന കാണുന്നുണ്ടോ? നല്ല രസം. ഇതിൽ കാണുന്നുണ്ടാവും. നല്ല ഭംഗി ഇതിങ്ങനെ കാണാൻ. അതിൻ്റെ ഇടയിൽ ആ ഒരു പിന്നെ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞ് മേഘം മൂടി നിൽക്കുന്നതും പക്ഷികൾ ഒരുപാടുണ്ട് ആകാശത്ത്. കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നല്ല ഭംഗി, നല്ലൊരു അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ. പൂച്ചകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു തടിച്ച് കുണ്ടപ്പനായിരിക്കും. എന്തോ ആലോചിച്ചിരിക്കുക. ഹലോ, തൽപര കൃഷിയല്ല, വാല കാട്ടുന്നുണ്ട്. ഹലോ, തിരിഞ്ഞു നോക്കില്ല. ബാപ്പുവ ഭയങ്കര ഗൗരവ. കാരണം വെറുതെ അല്ലട്ടാ, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആളായിട്ടുള്ള എന്തോ ഒരു ഗൗരവപരമായ കാര്യം സംസാരിക്കുകയാണ്. കണ്ട വാല കാട്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്നും നോക്കാൻ നേരം ഉണ്ടാവില്ല. നമുക്ക് പോയേക്കാം. വെറുതെ തന്നെ അവരെ ഡിസ്റ്റർബ് ആക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ നല്ല ഒരു അരുവി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണോ നോക്കിയാ. എന്ത് രസമാണ് കാണാൻ. അടിപൊളിയായിട്ട് ഇത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ ടിക്കറ്റ് വെച്ചിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നല്ല പൈസ ഈടാക്കിയിട്ടുണ്ടാവും. ഇവിടെ ഇവർ ഇപ്പം ഇത് നല്ലൊരു ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഞാൻ നിന്ന ഏരിയ ഇതാ കാണാം. നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു അരുവി ആ ഭാഗത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തന്നെ. കണ്ടോ, നല്ല രസമില്ല കാണാൻ. ഇതിന് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ ഈടാക്കിയിട്ടേക്കാരം ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക. പിന്നെ ബാക്കി കാര്യങ്ങളുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ, ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഏരിയ ഉണ്ട് ബാക്കിൽ. ഇതാ കാണുന്നതൊക്കെ ഫുഡിങ്ങും എല്ലാ സെറ്റപ്പ് ഇതിനുള്ള. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നീച്ച് പോകില്ല സത്യം പറഞ്ഞാൽ. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. ഇത്രയും മനോഹരമായൊരു ഏരിയ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്. എന്ത് രസമാണ് അവിടെ കാണാൻ. നോക്കി ആണ്ട് അതിലൊരു ചെറിയ ട്രെയിന് പോകുന്നുണ്ട്. സൂം ചെയ്ത കാണുന്നുണ്ടാവും. ചെറിയൊരു ട്രെയിനിൽ പോകുന്നത്. എന്ത് രസമാണ് നോക്കി. കിളി ഇതെന്താ സാധനം? കൊക്കോ കൊറ്റിയോ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നോക്കി വളരെ മനോഹരം തന്നെ, വളരെ മനോഹരം. എന്ത് ഭംഗിയായില്ല. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമല്ലേ. കണ്ടോ, വേറെ എവിടെയോ എത്തിയ മാതിരി. എന്ത് രസമൊക്കെ കാണാല്ലേ. അപ്പോൾ ഏതായാലും ഈ പാർക്കിൽ വന്ന് നല്ലൊരു അനുഭവമാണ്. ഇനി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നവരുണ്ടാവാം, പിന്നെ ഇപ്പോഴും കുവൈത്തിൽ ഉണ്ടായിട്ടും വരാത്തവരുണ്ടാവാം. നിങ്ങളെന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാര്യങ്ങൾ അറിയിക്കുക. ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം റൂമ് പണി ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ
മനുഷ്യന് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കൂൾ മൈൻഡ്, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. പിന്നെ ആകെ ഒരു ഇതെന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആരും നമുക്ക് കമ്പനിക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് തരാനോ കാര്യങ്ങൾക്കൊന്നും ആരും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ വേറൊരു വിഷയം പറയുകയാണെങ്കിൽ ഒരു കണക്കിന് ഒറ്റയ്ക്ക് വന്നതന്നെയാണ് നല്ലത്. കാരണം എൻ്റെ സുഹൃത്തുക്കളാരും പിന്നെ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളവരാരും, ഞാൻ അവരെ പരാതി പറയല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം, ആർക്കും തന്നെ വീഡിയോയിൽ വരാനോ വീഡിയോ എടുക്കുന്നതിനോടോ അങ്ങനെ വലിയൊരു സപ്പോർട്ടുള്ള ആളുകളൊന്നുമല്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളായിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിലാകെ എന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ ചെയ്യലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആകെ 2 കൂട്ടുകാരേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട്. മറ്റുള്ള കൂട്ടുകാരില്ല എന്നല്ല, അവർ ബാക്കി കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഒരു കാര്യത്തിന് എന്നെ വീഡിയോ എടുക്കുന്നതിനും ഇങ്ങനെ ആകെ എന്നെ ഒന്ന് താല്പര്യം കാണിക്കുന്ന എൻ്റെ 2 സുഹൃത്തുക്കളുള്ള അവർ 2 പേരും ഇപ്പോൾ അവിടെ ഇല്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ വിഷമമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിപ്പോൾ ഒരാൾ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ താല്പര്യമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ കാര്യങ്ങൾ അവനിങ്ങനെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾ അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ക്യാമറ പിടിച്ചു തരാനാണെങ്കിൽ കൂടി അതിന് സപ്പോർട്ടുള്ള ഒരാളൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒപ്പമുള്ളവരായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അവിടെ മാറി നിന്നിട്ട് പരിഹാസവും കാര്യങ്ങളൊക്കെ വാട്ടവർ അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഇതിപ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചതിന് അതിനും പരാതികളുമായിട്ട് ഇപ്പോൾ മുന്നത്തേതോ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിച്ച് അതിനും എന്തൊക്കെയോ പരിഹാസം ഒട്ടാസൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കാര്യമാക്കിയിട്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും എൻ്റെ ഈ ഫസ്റ്റ് അനുഭവമാണ് കുവൈത്തിൽ വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇങ്ങനെ പുറത്ത് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ വരിക. വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു രാവിലെയും വരുന്നതായിരിക്കും നല്ല. അപ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഈ പ്രകൃതിയും ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവുക. ഇനി ഞാനിപ്പോൾ ഏതായാലും പോകാൻ നിൽക്കുകയാണ്. ഇവിടെ സമയം 4:25 ഞാൻ ഫസ്റ്റ് ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ലൈറ്റായിട്ട് ഇരുടായിട്ട് ഇവിടുന്ന് പോകണ്ട. കാരണം ബസ്സും കാര്യങ്ങളൊക്കെ ഇനി കിട്ടി കാര്യങ്ങൾ എന്താവുന്നൊന്നും അറിയില്ലല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ലീവുള്ളൊരു ദിവസം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻഷാ അല്ലാഹ് സമയത്തിനും സാഹചര്യത്തിനനുസരിച്ച് പോകാൻ നോക്കും. വീഡിയോ ഞാൻ പകർത്താൻ കഴിയാണ്, പകർത്തിയിട്ട് ഇതിലിടുന്നുണ്ട്. എല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിലൊന്ന് കമൻറ്റ് ചെയ്തിടുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അങ്ങനെ ബസ് ഇറങ്ങി ഇനി റൂമിലേക്ക് നടക്കുക കേട്ടോ. സമയം 6:20 എങ്ങാണ്ടായി. ഇന്നത്തെ ദിവസം ഇപ്പം എങ്ങനെയാണ് പോയി.
ആ നേരെ മുന്നിൽ കാണുന്നത് കട ഞാൻ കാണിച്ചു. അവിടെ കാണുന്നുണ്ടോ? അതാണ് കട നേരെ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ റൂം. ഇനിയിപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.